ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ സിനിമ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നു. സിനിമയുടെ പൂജയും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞ റിപ്പോർട്ടുകളാണ്. ശ്രീലങ്കയിലേക്ക് ആദ്യം മോഹൻലാൽ എത്തുന്നു. തൊട്ടുപിറകെ മമ്മൂട്ടിയും ചാക്കോച്ചനുമൊക്കെ ആയിട്ട് എത്തുന്നു. വലിയ താരനിരയോടുകൂടി തന്നെയാണ് ഈ ഒരു സിനിമ എത്തുന്നത്. പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ ചിത്രം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതുമാണ്. മഹേഷ് നാരായണൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് നമുക്കറിയാവുന്നത്, ആദ്യം ഇത് കമലഹാസൻ നായകനായിട്ട് വരുന്നു, കാമിയോ റോളിൽ മമ്മൂട്ടി വരുന്നു. അങ്ങനെയുള്ള വാർത്തകളിലൂടെയാണ് ഇടം പിടിച്ചതെങ്കിൽ പിന്നീട് കമലഹാസൻ ചെയ്യുന്ന ആ റോള് മമ്മൂട്ടിയിലേക്ക് എത്തുകയും മമ്മൂട്ടി ചെയ്യേണ്ടിയിരുന്ന റോള് സുരേഷ് ഗോപിയിലേക്ക് എത്തുകയും പിന്നീട് സുരേഷ് ഗോപിക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അത് മോഹൻലാലിലേക്ക് എത്തുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും 30 ദിവസത്തോളമാണ് മോഹൻലാൽ ഈ സിനിമയിൽ ഡേറ്റ് നൽകിയിരിക്കുന്നത്. മമ്മൂട്ടിയുടേതായി ഏകദേശം 6 മാസത്തെയാണ് ഡേറ്റും ഉള്ളത്. ഇതിനോടകം തന്നെ മലയാളത്തിലെ ഒരു നമ്പർ 1 മൂവി എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമയ്ക്ക് തുടക്കം മുതലുള്ള ആ ഒരു ഖ്യാതി കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ ചിത്രം അമ്മാതിരി ക്ലാസ് തന്നെ ആയിരിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി, മോഹൻലാൽ ഇവർ ഒരുമിക്കുമ്പോഴുള്ള ഒരു അട്രാക്ഷനാണ്. അതായത് ഏത് മനുഷ്യനായിട്ടുള്ള മലയാളിയുടെയും ഉള്ളിൽ വരുന്ന ഒരു കുളിർമയുണ്ട്. മമ്മൂട്ടി, മോഹൻലാൽ ഇവരെ ഒരുമിച്ച് കാണുക എന്നുള്ളത് പലർക്കും ഒരുപക്ഷെ അതിൻ്റെ വെറുപ്പും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ താരങ്ങളോടായിരിക്കില്ല ഒട്ടുമിക്ക ആളുകൾക്കും വെറുപ്പ്. ഡീഗ്രേഡ് ചെയ്യാൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തന്നെ ചിലർ പറയുന്നു ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ് എന്നുള്ള ലെവലിൽ. അങ്ങനെ പറഞ്ഞു വരുന്നവരും ഒരു കളക്ഷൻ വരുമ്പോൾ അത് കുറവ് കാണിക്കുന്ന അങ്ങനെയുള്ള ചില ക്രിമികീടങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഇത്രയും നല്ല താരങ്ങളോട് പോലും ആളുകൾക്ക് ഒരു ദേഷ്യവും, അല്ലെങ്കിൽ അറിയാതെ തന്നെ ഒരു ഇഷ്ടക്കുറവുണ്ടാകുന്നത്. ഒരുപക്ഷെ ഇവരെ രണ്ടുപേരെയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ പലരും പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഡീഗ്രേഡിങ് തുടങ്ങുന്നു എന്നുള്ള കാര്യങ്ങൾ. ഡീഗ്രേഡിങ് എന്നുള്ളതല്ല പറയുന്നത്, ചിലരുടെ ക്രിമികടി എന്നാണ് പറയാനുള്ളത്. മൾട്ടി സ്റ്റാറാണ് അത്. തീർച്ചയായും എല്ലാ സിനിമകളും മൾട്ടി സ്റ്റാർ തന്നെയാണ്. ഇതിനകത്തിൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സിനിമ കഴിഞ്ഞാൽ തന്നെ എല്ലാവരും സ്റ്റാറുകൾ തന്നെയാണ്. അതിപ്പം എമ്പുരാൻ എടുത്താലും ഈ പറഞ്ഞ സിനിമ എടുത്തു കഴിഞ്ഞാലും ഇനി ഒന്നും വേണ്ട, ഏത് ചെറിയ സിനിമ വന്നു കഴിഞ്ഞാലും അതിലൊക്കെ പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മൾട്ടി സ്റ്റാർ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ അതിലെ നായകൻ ആര് എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് വരുമ്പോൾ ആരാണ് നായകൻ എന്നുള്ള ചോദ്യമൊന്നുമില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഒരു തൃശ്ശൂർ പൂരം കാണുന്ന ഒരു കുളിർമ തന്നെയാണ് ഇവരെ രണ്ട് കൊലകൊമ്പന്മാർ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണ് ഇങ്ങനെ ചിമ്മുന്ന ഒരവസ്ഥ വരും. അതാണ് ഇവരെ രണ്ടുപേരെയും കൂടെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്നത്. എന്നാലും മഹേഷ് നാരായണൻ്റെ ഒരു വലിയ ബഡ്ജറ്റിൽ വരുന്നതാണ്. ഇത്രത്തോളം താരങ്ങൾ അണിനിരക്കുമ്പോൾ തന്നെ നമുക്കറിയാം വമ്പൻ ബഡ്ജറ്റിലാണ്. ഇത്രയും വലിയൊരു സിനിമ, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിനിമയിലേക്ക് ഇത്ര മികച്ച താരങ്ങൾ വരണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയും അമ്മാതിരി തന്നെയായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഒരു സിനിമയായി മാറുകയാണ് മഹേഷ് നാരായണൻ്റെ ഈ ഒരു സിനിമ. കാത്തിരിക്കാം നമുക്ക് ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളുമൊക്കെ ആയിട്ട്. ശ്രീലങ്കയിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഷോട്ട് ടേക്ക് ചെയ്ത കാര്യങ്ങൾ വന്നിരിക്കുന്നു. മമ്മൂക്ക അതിനകത്തിലേക്ക് വരുന്ന ഗെറ്റപ്പും കാര്യങ്ങളുമൊക്കെ കണ്ടു. എന്താണ് സിനിമ, അല്ലെങ്കിൽ എന്താണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ആർക്കും അറിയില്ലെങ്കിൽ പോലും ഒരുപാട് കിംവദന്തികളിലൂടെ ആളുകൾ പോകുന്നുണ്ട്. എന്തായാലും നല്ല ഒരു സിനിമ വരട്ടെ. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന നടൻ ഇതിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ താല്പര്യമുള്ള, അഭിനയത്തിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം ഏത് വലിയ സിനിമയും ഏത് ചെറിയ സിനിമയാണെങ്കിലും കൈ കൊടുക്കുള്ളൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു എക്സ്പെക്റ്റേഷൻ. അതുകൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ ഇവർ കാണുമ്പോൾ, ഇവർ ഒരുമിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നല്ല സിനിമ വരുമെന്നുള്ളത്. ഇനിയും മമ്മൂട്ടിയും മോഹൻലാലിൽ നിന്നും ഒരുപാട് സിനിമകൾ, അവർ ഒരുമിച്ചുള്ള ഒരുപാട് സിനിമകൾ വരട്ടെ. നമുക്കറിയാം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ റെക്കോർഡായിരിക്കാം ഈ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുന്നത്. 2 മലയാളത്തിലെ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് 50-ന് മുകളിലാണ്, ഏകദേശം 53ഓളം സിനിമകൾ അവർ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും ഒരു 50 സിനിമകൾ അവർ ചെയ്യട്ടെ, മലയാള സിനിമ സമ്പന്നമാകട്ടെ എന്ന് തന്നെ പറയാം. അതിനിടയിൽ നമ്മൾ ഇങ്ങനെ ക്രിമികടിയുള്ള കുറേ പേരുണ്ട്, അവരെ മാറ്റി നിർത്തിയേക്കുക, അവരവരുടെ പാർട്ടിയിൽ പോട്ടെ. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാം, ഇത് മലയാളത്തിൻ്റെ ബ്രഹ്മാണ്ഡ സിനിമ തന്നെയാണ്. ഒപ്പം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ സിനിമയുമാണ്. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.